التمسك بالأثر نجاة. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന ഈ ഗ്രന്ഥത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, രോഗങ്ങൾ ഷിഫ ലഭിക്കാൻ വേണ്ടി, ശമനം ലഭിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പരിശുദ്ധ ഖുർആനിനെ സമീപിക്കേണ്ട രീതിയിൽ സമീപിക്കുകയും അതുകൊണ്ട് ചികിത്സ നടത്തുകയും ചെയ്യുക. അത് ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ശമനമാണ്. മറ്റൊന്ന്, ദുആ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ദുആ വളരെ പ്രധാനപ്പെട്ട വിശ്വാസിയുടെ ഒരു ആയുധമാണ്. അതിന്റെ ആദാബുകളെ സംബന്ധിച്ച്, അതിൽ വേണ്ട നിബന്ധനകളെ സംബന്ധിച്ച്, ദുആ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് അതെല്ലാം വിശദീകരിക്കുകയുണ്ടായി. ഇനി ഇമാം അവർകൾ കൊണ്ടുവരുന്ന മറ്റൊരു അധ്യായം ഫസ്ലുൻ ബൈന ദുആഇ വൽ ഖദർ, ഖദറും ദുആഉമായി ബന്ധപ്പെട്ട വിഷയമാണ്. സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുകയാണെങ്കിലും ദുആ കൊണ്ട് നാം ശമനം തേടുകയാണ് എങ്കിലും നല്ല പൂർണ്ണമായ വിശ്വാസത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. പൂർണ്ണമായ യഖീനോടുകൂടി ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനം ഉണ്ടാകും, അതിന് റിസൾട്ട് ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, വഹാഹുനാ സുആലുൻ മശ്ഹൂറുൻ, ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്. വഹുവ അന്നൽ മദ്ഉവ ബിഹി ഇൻ കാന ഖദ് ഖുദ്ദിറ ലം യകുൻ ബുദ്ദുൻ മിൻ വഖൂഇ. അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ ചോദിക്കുന്നു, ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്താണ്? ഏത് കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്, അങ്ങനെ ദുആ ചെയ്യുന്നതായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിരിക്കുന്നതാണ് എങ്കിൽ, അവന്റെ ഖദറിൽ മുൻകടന്നിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ ലം യകുൻ ബുദ്ദുൻ മിൻ വഖൂഇ, തീർച്ചയായും അത് സംഭവിച്ചിരിക്കും. നാം ഏത് കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിലുള്ളതാണെങ്കിൽ സംഭവിച്ചിരിക്കും. ഒരാൾ രോഗശമനത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അതല്ലെങ്കിൽ സന്താനങ്ങളുടെ സൽസ്വഭാവത്തിന് വേണ്ടി ചോദിക്കുകയാണ്,
സ്വർഗത്തിന് വേണ്ടി ചോദിക്കുകയാണ്, നരകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അത് അള്ളാഹുവിന്റെ ഖദറിൽ മുൻകടന്നിരിക്കുന്നതാണ് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലേ? പിന്നെന്തിനാണ് ചോദിക്കുന്നത്? അപ്പോ ദഅ ബിഹിൽ അബ്ദു ഔ ലം യദ്ഉ, അടിമ ചോദിച്ചാലും ശരി ചോദിച്ചില്ലെങ്കിലും ശരി, വഇൻ ലം യകുൻ ഖദ് ഖുദ്ദിറ ലം യഖ, അവൻ ആ ചോദിക്കുന്ന കാര്യം അവന് കണക്കാക്കപ്പെട്ടതല്ലെങ്കിലോ അത് സംഭവിക്കുകയുമില്ല. സവാഉൻ സഅലഹുൽ അബ്ദു ഔ ലം യസ്അലുഹു, അടിമ അള്ളാഹുവിനോട് ആ കാര്യം ചോദിച്ചാലും ശരി ചോദിച്ചില്ലെങ്കിലും ശരി എന്ന് ചില ആളുകൾ പറയലുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഖദർ മുൻകടന്നിരിക്കുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അത് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മുൻകടന്നിരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചോദിച്ചാലും ലഭിക്കും, ചോദിച്ചില്ലെങ്കിലും ലഭിക്കും. ഇനി അത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അത് ലഭിക്കുകയുമില്ല. പിന്നെന്തിനാണ് ചോദ്യത്തിന്റെ പ്രസക്തി എന്ന് ചില ആളുകൾ ചോദിക്കലുണ്ട്. ചില ആളുകൾ ഈ ചോദ്യം അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് അത് ശരിയായൊരു ചോദ്യമല്ലേ എന്ന് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നു. ഫതറക്കത്തി ദുആ, അങ്ങനെ അവർ ദുആ ഒന്നും ചെയ്യലില്ല, അവർ ദുആഇനെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു. വഖാലത് ലാ ഫായിദത ഫീ, അവർ പറയും ദുആ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചില ആളുകൾ ഈ ഒരു ചോദ്യം കേട്ട് തെറ്റായി ധരിച്ചു വച്ചിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അവർക്കുള്ള മറുപടിയാണ് ഒന്നാമതായിട്ട് കൊണ്ടുവരുന്നത്. വഹാഉലാഇ മഅ ഫർതി ജഹ്ലിഹിം വദലാലിഹിം, നാം പറയുന്നു ഈ കൂട്ടം ആളുകൾ അവരുടെ അജ്ഞതയും അവരുടെ വഴികേടും അത് അതിര് കടന്നിരിക്കുന്നതാണ്. അങ്ങേയറ്റത്തെ അതിര് വിട്ടതായ അവരുടെ അജ്ഞതയും അതേപ്രകാരം തന്നെ വഴികേടും ഉള്ളതിനോടുകൂടെ തന്നെ മുത്തനാഖിദൂൻ, അവരുടെ ഈ വാദം പരസ്പരം മുത്തനാഖിദാണ്, പരസ്പര വിരുദ്ധമായ ഒരു വാദമാണ് അവരുടേത്. അവരങ്ങേയറ്റത്തെ ജഹലിൽ തന്നെയാണ്, വഴിപിഴവിൽ തന്നെയാണ് എന്ന് മാത്രമല്ല ഈ വാദം അത് പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞിരിക്കുന്ന ഒരു വാദവുമാണ്. കാരണം സത്യത്തിനോട് വളരെയധികം വിദൂരം പാലിച്ചിരിക്കുന്നതായ അവരുടെ ഈ മദ്ഹബ് അത് എല്ലാവിധ അസ്ബാബുകളെയും നിരർത്ഥകമാക്കി കളയുന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു കാരണത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണം സംഭവിക്കുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത്. എന്നാൽ ഇവരുടെ ഈ വാദപ്രകാരം എല്ലാവിധ കാരണങ്ങളെയും അവർ നിരർത്ഥകമാക്കി ബാത്തിലാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ ഷെയ്ഖ് അവർ വിശദീകരിച്ചിരിക്കുന്നു, ഫയുഖാലു ലി അഹദിഹിം, അപ്പോൾ അവരിൽ ഒരാളോട് പറയപ്പെടും, ഇൻ കാന ശിബഉ വൽരിയു ഖദ് ഖുദ്ദിറ ലക ഫലാ ബുദ്ദ മിൻ വുഖൂഇഹിമാ, വിശപ്പ് മാറുക എന്നതും ദാഹം മാറുക എന്നതും നിനക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ വിശപ്പ് മാറുമെന്ന് അല്ലെങ്കിൽ നിന്റെ ദാഹം മാറുമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അകൽത ഔ ലം തഅകൽ, നീ ഭക്ഷിച്ചാലും ഭക്ഷിച്ചില്ലെങ്കിലും നിന്റെ വിശപ്പ് മാറും, നിന്റെ ദാഹവും മാറും. വഇല്ലം യുഖദ്ദറ ലം യഖഅ, ഇനി അതല്ല നിന്റെ ദാഹം മാറുകയില്ല, വിശപ്പ് മാറുകയില്ല എന്നാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ ലം യഖഅ, നിന്റെ വിശപ്പ് മാറുകയില്ല, നിന്റെ ദാഹവും മാറുകയില്ല. അഖൽത ഔ ലം തഅകുൽ, നീ ഭക്ഷിച്ചാലും ശരി ഭക്ഷിച്ചില്ലെങ്കിലും ശരി. അപ്പൊ നീ എന്ത് ചെയ്യേണ്ടതില്ല, ഭക്ഷണം കഴിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ നീ വെള്ളം കുടിക്കേണ്ടതില്ല, അള്ളാഹു നേരത്തെ തീരുമാനിച്ച കാര്യമാണല്ലോ. അപ്പോ നീ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കേണ്ടതില്ല. വീണ്ടും ഷെയ്ഖ് അവർ പറയുന്നു, വഇൻ കാനൽ വലദു ഖദ് ഖുദ്ദിറ ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു സന്താനത്തെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഫലാ ബുദ്ദ മിൻ, നിനക്ക് സന്താനം ഉണ്ടാവുക തന്നെ ചെയ്യും. വതഅത സൗജ വൽ അമത ഔ ലം തത, നീ നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിന്റെ അടിമ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഇല്ല എങ്കിലും നിനക്ക് സന്താനം ലഭിക്കുക തന്നെ ചെയ്യും. വഇൻ ലം യുഖദ്ദർ ലം യകുൻ, ഇനി നിനക്കൊരു സന്താനത്തെ തീരുമാനിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ അത് നിനക്ക് ലഭിക്കുകയുമില്ല. ഫലാ ഹാജത ഇല തസവ്വുജ് വതസല്ലി വഹലും മജറ, നീ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അടിമയെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇവരോടൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ചോദ്യം തുരുത്തുവിടേണ്ടതുണ്ട് എന്ന് ഇമാം അവറുകൾ പറയുകയാണ്. അപ്പോ ഇവരുടെ ഈ വാദം എന്താണ്? തീർത്തും
വിരുദ്ധമായ വാദമാണ്. ഇവിടെ ഷേഖ് അവറുകൾ, ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നത് ഓരോ കാര്യം നടക്കുന്നതിനും ഒരു കാരണമുണ്ട്, സബബുണ്ട്. സബബ് രണ്ട് രീതിയിലുണ്ട്. സബബ് ഹിസ്സിയായ സബബുണ്ട്, അതേപ്രകാരം ദീനിയായ സബബുണ്ട്. ഭൗതികമായി നമുക്ക് ഇപ്പോ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും എന്നതുപോലുള്ളതായ, വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നതുപോലുള്ളതായ ഇതുപോലുള്ളതായ കാരണങ്ങളുണ്ട്. അതേപ്രകാരം ദീനിയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാരണങ്ങളുണ്ട്. ദുആ പോലെ, അതല്ലെങ്കിൽ മറ്റുള്ള ഇബാദാത്തുകൾ പോലെ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത് ദീനിയായ ചില അസ്ബാബുകളാണ്, മാനവിയായ അസ്ബാബുകളാണ്. ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ള കാരണത്തെക്കാൾ, അതിനേക്കാൾ ശക്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന മാനവിയായ ദീനിയായ ഇതുപോലുള്ള കാരണങ്ങൾ എന്നുള്ളതാണ്. വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്ന എത്രത്തോളം നിനക്ക് ഉറപ്പുണ്ടോ അതിനേക്കാൾ ഉറപ്പ് നിനക്ക് വേണം ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് എന്നുള്ളതാണ്. അതിനേക്കാൾ ശക്തിയേറിയ സബബാണ് ഇതുപോലുള്ള സബബുകൾ എന്നാണ്. എന്നിട്ട് വീണ്ടും ഇമാം അവറുകൾ പറയുന്നു, ഫഹൽ യഖൂലു ഹാദാ ആഖിലുൻ ഔ ആദമി, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെ പറയുമോ? ഈ വാദം, ഈ മേൽപറയപ്പെട്ട ചോദ്യം ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചോദിക്കാൻ പറ്റിയതാണോ? ബലിൽ ഹയവാനുൽ ബഹീമു മഫ്തൂറുൻ അലാ മുബാശറത്തിൽ അസ്ബാബില്ലതി ബിഹാ ഖവാമുഹു വ ഹയാതു. എന്നല്ല, നാൽക്കാലികളായ മൃഗങ്ങൾ, അവർ വരെയും അവരുടെ ജീവിതവും അവരുടെ നിലനിൽപ്പും ജീവനുമെല്ലാം എന്തിന്റെ മേലാണ്? സബബുകളെ ആശ്രയിച്ച്, സബബുകളുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ മേലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവരുടെ ഫിത്രത്തുള്ളത്, അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ്. എന്നാൽ ഇവർ ഈ പറയപ്പെട്ട ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നതായ ആളുകളെക്കാൾ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ് മൃഗങ്ങൾ. ഇവർ ഈ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അദല്ലു സബീല, അതിനേക്കാളും വഴിപിഴച്ച ആളുകളാണ് ഇവർ എന്ന് ഇമാം അവറുകൾ സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശുബ്ഹാത്ത്. ദുആ ചെയ്തത് കൊണ്ടൊന്നും ഒരു കാര്യവും നേടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനൊരു ഫായിദയില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് പറഞ്ഞത്. വീണ്ടും മറ്റൊരു ശുബ്ഹത്ത് കൊണ്ടുവരികയാണ്. വതകായ സബഅലുഹും വഖാൽ അൽ ഇഷ്തിഗാലു ബിദ്ദുആഇ മിൻ ബാബി തഅബ്ബുദിൽ മഹദ്. ചില ബുദ്ധി നടിക്കുന്നതായ ബുദ്ധിരാക്ഷസന്മാരെന്ന് പറയുന്ന ചില ആളുകൾ അവർ പറയും, ദുആ കൊണ്ട് വ്യാപൃതരാവുക എന്നുള്ളത് അത് കേവലം ചില ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട ചില ഇബാദാത്തുകളുടെ ഭാഗം മാത്രമാണ്. കേവലം ഒരു ഇബാദാത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ ദുആ കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അങ്ങനെ ഒരു അള്ളാഹുമായിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് ഒരു ഇബാദത്ത് സമർപ്പിക്കുന്നു. അതിനപ്പുറം അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് മുഖേന യുസീബുല്ലാഹു അലൈഹി ദാഇ, ദുആ ചെയ്യുന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കും. അതായത് ഈ ഇബാദത്ത് ചെയ്തു എന്നുള്ള കാരണത്താലുള്ള പ്രതിഫലം കൊടുക്കും. അതിനപ്പുറത്ത് മിൻ ഗൈരി അൻ യകൂന ലഹു തഅസീറുൻ ഫിൽ മത്ലൂബി ബിവജ്ഹിമ്മ, എന്നാൽ അവൻ ചോദിക്കുന്ന അവന്റെ തേട്ടവുമായി ബന്ധപ്പെട്ട കാര്യം സാധിക്കുന്നതിൽ ഈ ദുആയിനില്ല, യാതൊരു തഅസീറുമില്ല, ഒരു സ്വാധീനവുമില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ദുആ എന്നുള്ളത് എന്താണ്? കേവലം ഒരു ഇബാദത്ത് മാത്രമാണ്. എന്നാൽ അവൻ ചോദിക്കുന്ന ദുആ ചെയ്യുന്നതായ കാര്യം ഈ ദുആ ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് നടക്കുമോ? നടക്കുകയൊന്നുമില്ല. എന്നാൽ ഇബാദത്ത് ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്നത് പോലെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഇവൻ ചെയ്തിരിക്കുന്ന ഇബാദത്ത് എന്നുള്ള അർത്ഥത്തിൽ അതിന് പ്രതിഫലം ലഭിച്ചേക്കാം. എന്നല്ലാതെ ദുആ മുഖേന അവന്റെ കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ولا فرق عند هذا المتكايس بين الدعاء وبين الإمساك عنه بالقلب واللسان في التأثير في حصول المطلوب. അവന്റെ മത്ലൂബ്, അവൻ തേടുന്ന അവന്റെ തേട്ടം അത് സാധിക്കുന്ന കാര്യത്തിൽ, അത് നേടിയെടുക്കുന്ന കാര്യത്തിലുള്ളതായ തഅസീർ, ഇതിന്റെ കാര്യത്തിൽ അവൻ ദുആ ചെയ്യുന്നതും അവന്റെ ഹൃദയം കൊണ്ടും നാവുകൊണ്ടും ദുആ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും സമമാണ്. അതായത് ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന കാര്യം നമുക്ക് ലഭിക്കുന്ന കാര്യത്തിൽ, ലഭിക്കുന്ന വിഷയത്തിൽ അവൻ ചോദിക്കുന്നതും ചോദിക്കാതിരിക്കുന്നതും പോലെയാണ്, സമമാണ്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമ്മൾ ചോദിക്കുന്ന കാര്യവുമായിട്ട് എന്തില്ല, ഈ ചോദ്യത്തിന് യാതൊരു ബന്ധവുമില്ല. അതായത് ചോദ്യം എന്നുള്ള
ഇബാദത്ത് മാത്രമാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു എന്നുള്ളതിനാലുള്ള പ്രതിഫലം കിട്ടുമെന്നല്ലാതെ ഇവന്റെ ചോദ്യം കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, അവന്റെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോ ദുആയും അതേപ്രകാരം തന്നെ അതിന്റെ ഉത്തരവുമായിട്ട് ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതും അതേപോലെ തന്നെ ദുആ ചെയ്യുന്നതും സമമാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നതും സമമാണ്, ചോദിക്കാതിരിക്കുന്നതും സമമാണ്. ഈ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതിനാൽ അതിന് പ്രത്യേകം എന്തില്ല, നേട്ടമൊന്നുമില്ല എന്നുള്ളതാണ് ഈ വിഭാഗം ആളുകളുടെ ധാരണ. എന്നിട്ട് വീണ്ടും ഇമാം പറയുന്നു, വഖാലത് ത്വാഇഫത്തുൻ ഉഖറ അഖീസു മിൻ ഹൗല. ഇവരെക്കാൾ ബുദ്ധി കുറച്ചുകൂടി കൂടുതലുള്ള ചില ആൾക്കാർ പറയലുണ്ട്. എന്താണ്? ബലി ദുആഉ അലാമത്തുൻ മുജറദത്തുൻ. ദുആ എന്നത് കേവലം ഒരു അലാമത്ത് മാത്രമാണ്, ഒരു അടയാളം മാത്രമാണ്. നസബഹല്ലാഹു സുബ്ഹാനഹു അമാറത്തൻ അലാ ഖളാഇ അൽ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് ഒരാളുടെ ഖളാഉൽ ഹാജത്ത്, അവന്റെ ആവശ്യപൂർത്തീകരണത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഇതിനെ നിശ്ചയിച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഒരു അടിമയ്ക്ക് അല്ലാഹു ദുആ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കുന്നത്, കാന ദാലിക അലാമത്തൻ ലഹു വ അമാറത്തൻ അലാ അന്ന ഹാജതഹു ഖദ് ഖുളിയത്. അത് എന്താണ്? അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടാറായിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു അടയാളം മാത്രമാണത്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുആ എന്നുള്ളത് ഒരു അടയാളം മാത്രമാണ്, ഒരു ചിഹ്നമാണ്. അതായത് ഒരാൾ ദുആ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ വീട്ടാൻ ഉള്ള ഒരു അടയാളമാണ് ഈ ദുആ എന്നത് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. അതല്ലാണ്ട് എന്തില്ല, ഇതും ഇവിടെയും ദുആവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ആ കാര്യം സാധിക്കുന്നതിന്. വഹാദ കമാ ഇദാ റഅയ്നാ, എന്നിട്ടൊരു ഉദാഹരണം പറയാണ്. ഇത് കമാ ഇദാ റഅയ്നാ ഗൈമൻ അസ്വദ ബാരിദൻ ഫീ സമ്മിൻ അശ്ശിതാ. ഒരു ശൈത്യകാലത്ത് നല്ല തണുപ്പുള്ള എന്ത് ചെയ്യുന്നു, കറുത്ത മേഘങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടിയതായിട്ട് നാം കാണുകയാണ് എങ്കിൽ ഫഇന്ന ദാലിക ദലീലുൻ വഅലാമത്തുൻ അലാ അന്നഹു യംതുർ. മഴ പെയ്യും എന്നുള്ളതിനുള്ള തെളിവാണല്ലോ. നല്ല രീതിയിൽ ഇരുണ്ടുകൂടി മേഘാവൃതമായിട്ട് തണുത്ത കാറ്റും മറ്റൊക്കെ വീശുമ്പോൾ അത് എന്തിന്റെ സൂചകമാണ്? മഴ പെയ്യും എന്നുള്ളതിന്റെ സൂചകമാണ്. അതേപോലെയാണ് ദുആ. ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ സൂചക മാത്രമാണ്? അവന്റെ കാര്യം സാധിക്കും എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്, ഒരു അടയാളം മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. ഖാലു, അവർ പറയും, വഹാകദ ഹുക്മു ത്വാആതി മഅ സവാബ്. സവാബും ത്വാഅത്തും തമ്മിലുള്ള ബന്ധം ഇതേപോലെയാണ്. അതായത് ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ, നോമ്പെടുത്താൽ, നമസ്കരിച്ചാൽ, ഹജ്ജ് ചെയ്താൽ അല്ലാഹുവിനെ അനുസരിക്കുന്നതും അതിനുള്ള പ്രതിഫലവും ഇതുപോലെയാണ്. അതായത് ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ചിഹ്നം മാത്രമാണ്. അതിനെന്തില്ല, അത് മുഖേന അവന്റെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല, അല്ലെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കണമെന്നില്ല. അത് മുഖേന അവന് പ്രതിഫലം ലഭിക്കണമെന്നില്ല. ഇപ്പൊ എന്താണ്, അതൊരു ചിഹ്നമാണ്. അള്ളാഹു അവനക്ക് പ്രതിഫലം കൊടുക്കും എന്നുള്ളതിന്റെ ഒരു അടയാളം മാത്രമാണ് എന്ത്, അള്ളാഹുവിനുള്ള ത്വാഅത്ത്. അതേപ്രകാരം വൽ കുഫ്രി വൽ മആസി മഅൽ ഇഖാബ്. ഒരാൾ അള്ളാഹുവിന് എന്ത് ചെയ്യാണ്, ധിക്കാരം കാണിക്കുകയാണ്, അള്ളാഹുവിനോട് പാപങ്ങൾ ചെയ്യുകയാണ്. അത് അവന് ശിക്ഷ ലഭിക്കും എന്നുള്ളതിന്റെ ഒരു അടയാളം മാത്രമാണ്. ഇവൻ മാസിയത്ത് ചെയ്തത് കൊണ്ടാണോ അവനെ ശിക്ഷിച്ചത്? ഇവൻ പാപം ചെയ്ത കാരണത്താലല്ല അവനെ ശിക്ഷിച്ചത്. പിന്നെന്താണ്? ഈ പാപം ചെയ്യുക എന്നുള്ളത് അവന് ശിക്ഷിക്കാനുള്ള, അവന് ശിക്ഷ ലഭിക്കും എന്നുള്ളതിന്റെ വെറും ഒരു അടയാളം മാത്രമാണ് എന്നാണ് ഇവരുടെ വാദം. ഹിയ അമാറാത്തുൻ മഹ്ളത്തുൻ ലിബഖൂഇ ത്സവാബി വൽ ഇഖാബ്. പ്രതിഫലവും ശിക്ഷയുമെല്ലാം ലഭിക്കുന്നതിനുള്ളതായ കേവലം ചില അടയാളങ്ങൾ മാത്രമാണ് അള്ളാഹുവിനുള്ള ത്വാഅത്തും അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള മാസിയത്തും എന്നുള്ള ഇതാണ്. ലാ അന്നഹ അസ്ബാബുൻ ലഹു. ഇതൊന്നും അതിനുള്ള കാരണങ്ങളല്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. അതായത് അള്ളാഹുവിനെ അനുസരിച്ചാൽ അത് കാരണമായി പ്രതിഫലം ലഭിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാൽ അത് കാരണമായി ശിക്ഷ ലഭിക്കും എന്നുള്ളതല്ല ഇവരുടെ വാദം. ദുആ ചെയ്താൽ ആ ദുആ കാരണമായിട്ട് ഉത്തരം ലഭിക്കും എന്നല്ല ഇവരുടെ വാദം എന്നർത്ഥം. എന്നിട്ട് അതിന് ഇമാം അവറുകൾ മറുപടി പറയുകയാണ്, വഹാദാ ഇൻദഹും അൽ കസ്റു മഅൽ ഇൻകിസാർ. അത്ഭുതത്തോടെ ഇമാം അവറുകൾ ചോദിക്കുകയാണ്, ഇത് അവരുടെ അടുക്കൽ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യമാണ്. വഹാദാ ഇൻദഹും അൽ കസ്റു മഅൽ ഇൻകിസാർ. പൊട്ടിക്കലും പൊട്ടലും തമ്മിലുള്ള അവരുടെ അടുക്കലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരാൾ ഒരു ഗ്ലാസ് എന്ത് ചെയ്യുന്നു, തല്ലി പൊട്ടിക്കുന്നു, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കുകയാണ്. അപ്പോ
ഈ പൊട്ടിക്കുന്നത് അത് പൊട്ടാൻ പോകുന്നു എന്നുള്ളതിന്റെ കേവലം ഒരു അടയാളം മാത്രമാണ്. ഇവൻ പൊട്ടിക്കുന്നത് കൊണ്ടല്ല എന്ത് ചെയ്യണത്, അത് പൊട്ടണത്. ഇവനതിങ്ങനെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പൊളിക്കുന്നു എന്നുള്ള കാരണത്താലല്ല അത് എന്ത് ചെയ്യുന്നത്, പൊട്ടണത്. ഇപ്പൊ തന്നെ പൊട്ടിപ്പോകും, പൊളിഞ്ഞു പോകും എന്നുള്ളതിന്റെ കേവലം ഒരു അടയാളം മാത്രമാണ്. അതേ പ്രകാരം തന്നെ കത്തിക്കലും കത്തലും തമ്മിലുള്ളതായ ബന്ധം പോലെയാണ്. മൃഗത്തെ അറുക്കാൻ വേണ്ടിയിട്ട് അറുക്കുന്നതും അതേപ്രകാരം തന്നെ കൊല സംഭവിക്കുന്നതും പോലെയാണ്. ഇവൻ അറുക്കുന്നത് കൊണ്ടാണോ അത് മരിക്കുന്നത്? അല്ല, ഇവൻ അറുക്കുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതൊരു അടയാളമാണ്, ഇപ്പൊ അത് മരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. സബബൻ അൽബത്ത, ഇതൊന്നും എന്തല്ല, ആ കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള കാരണങ്ങളല്ല അവരുടെ അടുക്കൽ. ഈ കാര്യവും അതിന്റെ മേൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതായ ഒന്നുമായിട്ട് ഇതില്ല, ഒരു യാതൊരു ബന്ധവുമില്ല. ഇല്ല മുജറദുൽ ഇഖ്തിറാനിൽ ആദി, സാധാരണയുള്ള ഒരു ബന്ധമല്ലാതെ, ഇതുപോലെ തന്നെ ഒരു അടയാളമല്ലാതെ മറ്റൊന്നുമില്ല. ലതഅസീറു സബബി, സബബിയായ ഒരു പ്രതിഫലനവും അത് മുഖേന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. അപ്പൊ എങ്ങനെയുണ്ട് ഈ വാദം? അതായത് ദുആ ചെയ്താൽ അത് മുഖേന ഉത്തരം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇതുപോലെയാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം എടുത്തിട്ട് കത്തിക്കുകയാണ്. കത്തിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, അത് കണ്ടാല് ഒരു അടയാളമാണെന്ത്, അതിപ്പോ തന്നെ കത്താൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. അവൻ കത്തിക്കുന്നത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, അത് കത്തുന്നത് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വഖാലഫു ബിദാലിക അൽ ഹിസ്സ വൽ അഖൽ, ഈ വാദം മുഖേന അവർ അനുഭവജ്ഞാനത്തിന് വിരുദ്ധമായിരിക്കുന്നു. അവരുടെ ഹിസ്സിയായ മനുഷ്യന്റെ അനുഭവജ്ഞാനത്തിന് വിരുദ്ധമായ വാദങ്ങളാണ് ഇവർ പറയുന്നത്. വൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിക്കും വിരുദ്ധമായ കാര്യങ്ങളാണ്. വശർഅ വൽ ഫിത്ര, മതനിയമങ്ങൾക്കും പ്രകൃതി നിയമങ്ങൾക്കും എല്ലാം വിരുദ്ധമായ കാര്യമാണ്. വസായിറ തവായിഫിൽ ഉഖല, മാത്രമല്ല മറ്റ് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുടെ എല്ലാം വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഇവരുടെ വാദം. ബൽ അദ്ഹഖു അലൈഹിം അൽ ഉഖല, ബുദ്ധിയുള്ള ആളുകളെല്ലാം ഇവരെ നോക്കിയിട്ട് എന്ത് ചെയ്യും, കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വളരെ വിഡ്ഢിത്തം നിറഞ്ഞിരിക്കുന്ന ഒരു വാദമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവര് വാദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇമാം അവർകൾ ഇവിടെ ദുആഇന്റെ പ്രതിഫലനത്തെ സംബന്ധിച്ച്, അതിന്റെ യഥാർത്ഥത്തിലുള്ളതായ അസറിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. വസ്സവാബ്, യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യം, അന്നഹാ ഹുനാ ഖിസ്മൻ സാലിസൻ, മൂന്നാമതൊരു വിഭാഗം ഇവിടെയുണ്ട്. ഗൈറ മാ ദകറഹു സായിൽ, ഈ ചോദ്യകർത്താക്കള് ചോദിക്കാത്തതായ മറ്റൊരു പ്രധാനപ്പെട്ട ശരിയായ തീരുമാനം ഈ വിഷയത്തിൽ. വഹുവ അന്ന ഹാദൽ മുഖദ്ദറ ഖുദ്ദിറ ബി അസ്ബാബിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് സംഭവിക്കുന്നത്, അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ അസ്ബാബുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ്. ഈ സബബ് നടന്നാലാണ് എന്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു ഏത് കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഖദറാക്കപ്പെട്ടിരിക്കുന്നത് ബി അസ്ബാബിൻ, ചില കാരണങ്ങൾ കൊണ്ടാണ്. വമിൻ അസ്ബാബിഹി അദ്ദുആ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു സബബാണ് എന്ത്, കാര്യങ്ങൾ സാധിക്കാൻ അള്ളാഹുവിന്റെ ഖദറുകൾ നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ദുആ എന്നുള്ളത്. ഫലം യുഖദ്ദർ മുജറദൻ അൻ സബബിഹി, സബബിനെ തൊട്ട് തനിപ്പിക്കപ്പെട്ട നിലയിൽ ഒരു കാര്യവും അള്ളാഹു തീരുമാനിക്കുന്നില്ല. ഒരു കാര്യവും അള്ളാഹു ഒരു കാരണവുമായി ബന്ധപ്പെടുത്താതെ എന്ത് ചെയ്യുന്നില്ല, തീരുമാനിക്കുന്നില്ല. ഒരു കാര്യത്തെയും ഖദറാക്കപ്പെടുന്നില്ല. അതിനെ സബബുമായി ബന്ധിപ്പിച്ചിട്ടാണ് അള്ളാഹു ചെയ്യുന്നത്. വലാകിൻ ഖുദ്ദിറ ബിസബബിഹി, ഖദറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഒരു കാര്യങ്ങളെയും ചെയ്യുന്നത്, ഖദറാക്കപ്പെടുന്നത്. ഫമതാ അതൽ അബ്ദു ബിസബബി വഖഅൽ മഖ്ദൂർ, എപ്പോഴാണോ ഒരു അടിമ ആ കാരണത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്ത് ചെയ്തു, ആ മഖ്ദൂറാക്കപ്പെട്ടിരിക്കുന്ന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയായി. വമതാ ലം യഅതി ബിസബബി ഇൻതഫൽ മഖ്ദൂർ, എപ്പോഴാണോ ആ സബബിനെ അവൻ കൊണ്ടുവരാതിരിക്കുന്നത് അപ്പോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം നടക്കുന്നില്ല. അതായത് അവൻ ചോദിക്കുകയാണെങ്കിൽ ഇന്ന കാര്യം എന്ത് ചെയ്യും, നടക്കുമെന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖദർ. ചോദിച്ചില്ല എങ്കിൽ ഇന്ന് നടക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖദർ. ഈ രീതിയിലാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, ഖദറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവൻ ചോദിച്ചാൽ എന്ത് ചെയ്യും, അവന്റെ കാര്യം സാധിക്കും, ചോദിച്ചില്ലെങ്കിൽ സാധിക്കുകയില്ല. വഹാകദാ കമാ ഖുദ്ദിറ ശിബഉ വല്ലിയു ബിൽ അക്ലി വശുർബി, ഇതേപോലെ തന്നെയാണ്
വിശപ്പ് മാറുക എന്നുള്ളത്, ദാഹം മാറുക എന്നുള്ളത്, ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നതോടും അതേപ്രകാരം വെള്ളം കുടിക്കുന്നതിനോടും എന്തിരിക്കപ്പെട്ടിരിക്കുന്നു, കതറാക്കപ്പെട്ടിരിക്കുന്നു. വഖുദ്ദിറൽ വലദു ബിൽ വത്ഇ, സന്താനം ലഭിക്കുന്നതിനെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കതറാക്കിയിരിക്കുന്നത്. വഖുദ്ദിറ ഹുസൂലു സർഇ ബിൽ ബദർ, ആർക്കെങ്കിലും കൃഷി ലഭിക്കണമെങ്കിൽ, വിളവ് ലഭിക്കണമെങ്കിൽ അതിന് അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, അതിന് വിത്തിടുക, അതിനെ പരിപാലിക്കുക, അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കൃഷിയും അതിന്റെ വിളവും ലഭിക്കുന്നത്. വഖുദ്ദിറ ഖുറൂജു നഫ്സിൽ ഹയവാനി ബിദ്ദബ്ഹ്, മൃഗത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ ദബൂഹുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കതറാക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ അറുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ജീവൻ പോകുന്നത്. വകദാലിക ഖുദ്ദിറ ദുഖൂലുൽ ജന്നത്തി ബിൽ അഅമാൽ, ഇതേ പ്രകാരം തന്നെ സ്വർഗ്ഗപ്രവേശനം അമലുകളെ കൊണ്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നരകപ്രവേശനവും എന്താണ്, അമലുകളെ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഖദറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആരാണോ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് താഅത്തിലായിക്കൊണ്ട് അമൽ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണോ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നരകപ്രവേശനത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ നരകത്തിലും പ്രവേശിക്കും. ഈ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വഹാദൽ ഖസ്മു ഹുവൽ ഹഖ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ വിഭാഗം എന്നുള്ളത് ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന വിഭാഗമാണ്. ഈ പറയപ്പെട്ട കാര്യമാണ് നേരത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്, അവന് തടയപ്പെട്ടിരിക്കുന്നത്, അവന് തൗഫീക്ക് ലഭിക്കപ്പെടാതിരിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യമാണ്. അപ്പൊ അവൻ ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ല. അപ്പൊ ആ ഹൈറുകൾ അവനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തടയപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ദുആ എന്നുള്ളത് അസ്ബാബുകളിൽ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകളിൽ ഏറ്റവും ശക്തിയേറിയ ഒരു സബബാണ് ദുആ ചെയ്യുക എന്നുള്ളത്. فإذا قدر وقوع المدعو به بالدعاء لم يصح أن يقول, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യപ്പെടുന്ന ഏതൊരു കാര്യത്തെയാണ് ദുആ കൊണ്ട് നടക്കുമെന്ന് ഖദറാക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ ഖദറാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനാൽ, ദുആ ചെയ്താലാണ് ഇന്ന കാര്യം നടക്കൂ എന്ന് ഖദറാക്കപ്പെട്ടിരിക്കുന്നതിനാൽ ലം യസിഹ അൻ യുഖാൽ, പറയപ്പെടാവുന്നതല്ല, ലാ ഫായിദത ഫി ദുആ, ദുആഇനൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റുകയില്ല. കാരണം ഈ ദുആയിലൂടെയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, അവൻ ചോദിക്കുന്ന കാര്യം സാധിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിലൂടെയാണ്. അവൻ ദുആ ചെയ്താൽ ആ കാര്യം സാധിക്കുമെന്നാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ. അതുകൊണ്ട് ദുആഇന് ഫായിദയില്ല, പ്രയോജനമില്ല എന്ന് പറയാൻ പറ്റുകയില്ല. കമാ ലാ യുഖാൽ, ഏതുപോലെ പറയപ്പെടാൻ പാടില്ലാത്തതുപോലെ, ലാ ഫായിദത ഫിൽ അക്ലി വശുർബി വജമീഇൽ ഹറകാത്തി വൽ അഅമാൽ, തിന്നുകയും കുടിക്കുകയും മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. എന്നതുപോലെ തിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, വിശപ്പ് മാറാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വിശപ്പ് മാറും എന്ന് പറയാൻ പാടില്ല എന്നതുപോലെ തന്നെ ആണ് ദുആഇന്റെ വിഷയവും. മാത്രമല്ല, വലൈസ ശൈഉൻ മിനൽ അസ്ബാബി അൻഫഅ മിന ദുആ, വെള്ളവും ഭക്ഷണം കുടിക്കുന്നത് പോലെയല്ല. ഇമാം അവറുകൾ പറയുകയാണ്, വലൈസ ശൈഉൻ മിനൽ അസ്ബാബ്, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാരണങ്ങളിൽ എന്തില്ല, ഇല്ല അൻഫഅ മിന ദുആ, ദുആഇനേക്കാൾ പ്രയോജനപ്രദമായ മറ്റൊരു കാരണവുമില്ല. അതായത് തിന്നുന്നതിനേക്കാളും കുടിക്കുന്നതിനേക്കാളും, തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിനേക്കാളും പ്രയോജനപ്രദമായ റിസൾട്ട് എവിടെ കിട്ടും? ദുആ കൊണ്ട് ലഭിക്കും. വലാ അബ്ലഗ ഫീ ഹുസൂലിൽ മത്ലൂബ്, മാത്രമല്ല കാര്യസാധ്യത്തിന് അതിനേക്കാൾ മികച്ചതായ മറ്റൊരു അസ്ബാബും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾ മറ്റുള്ള ഈ വിഷയം നമ്മുടെ ഹൃദയത്തിൽ നാം എന്ത് ചെയ്യേണ്ടതുണ്ട്, യഖീനായിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദുആക്ക് അസർ ഉണ്ടാകുന്നത്, അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്. നാം സാധാരണ രീതിയിൽ ഭൗതികമായി ചെയ്യുന്ന കാരണങ്ങൾ, ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് തിന്നുന്നത് പോലെ, കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് പോലെ, അതിനേക്കാളെല്ലാം ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാരണമാണ്, സബബാണ് എന്ത്, ദുആ എന്നുള്ളതായ ബോധം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം, കുത്തിവെക്കണം. അപ്പോഴാണ് ദുആഇന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് ഇമാം അവറുകൾ പറഞ്ഞു, വലമ്മാ കാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും അഅലമൽ ഉമ്മത്തി ബില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ഈ ഉമ്മത്തിൽ ഏറ്റവും ജ്ഞാനമുള്ളവർ ആരാണെന്നിരിക്കെ സ്വഹാബികൾ ആയിരിക്കെ,
വഅഫ്ഖഹും ഫീ ദീനിഹി, അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള വിജ്ഞാനമുള്ളവർ സ്വഹാബികൾ ആണെന്നിരിക്കെ കാനു അഖ്വമ ബിഹാദ സബബി, അവരായിരുന്നു ഈ ദുആ എന്ന സബബിനെ ഏറ്റവും അക്മലായ രീതിയിൽ, ഏറ്റവും സമ്പൂർണമായ നിലയിൽ, ഏറ്റവും നീതിപൂർവകമായ നിലയിൽ അതിനെ വിനിയോഗിച്ചവർ ആരായിരുന്നു? സ്വഹാബികളായിരുന്നു. മാത്രമല്ല ദുആഇന്റെ ഷുറൂത്തുകളും നിബന്ധനകളും അതിന്റെ മര്യാദകളുമെല്ലാം നല്ല പൂർണാർത്ഥത്തിൽ അതിനെ പാലിച്ചവർ ആരാണ്? സ്വഹാബികളാണ്. അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ജ്ഞാനമുള്ളവർ, ഏറ്റവും വലിയ ഫുഖഹാക്കൾ സ്വഹാബികളാണ്. അവരാണ് ഈ ദുആഇനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയത്. അപ്പോ ദുആഇന് പ്രതിഫലനം ഉണ്ടാകും, അത് മുഖേന അള്ളാഹു കാര്യങ്ങൾ സാധിച്ചു തരും എന്നുള്ള ജ്ഞാനം അവർക്ക് ഉള്ള കാരണത്താലാണ് ഇത് അവർ ഈ ദുആഇനെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യസ്തൻസിറു ബിഹി അലാ അദുവ്വി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിനോട് സഹായം ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ദുആ കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു ശത്രുക്കൾക്കെതിരിൽ. ഈ ദുആ ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായ അദ്ദേഹത്തിന്റെ ആയുധം. വകാന അഅദമു ജുന്ദിഹി ബിഹി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജുന്ദ് സൈന്യം തന്നെ ഈ ദുആ ആയിരുന്നു എന്നുള്ളതാണ്. ദുആ കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ എന്ത് ചെയ്തത്? യുദ്ധം ചെയ്തത്. വകാന യഖൂലു ലി അസ്ഹാബി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളോട് പറയുമായിരുന്നു, ലസ്തും തുൻസറൂന ബികസ്റ, നിങ്ങൾ നിങ്ങളുടെ വർധനവ് കൊണ്ട്, ആൾബലം കൊണ്ട് അല്ലെങ്കിൽ ആയുധബലം കൊണ്ടൊന്നുമല്ല സഹായിക്കപ്പെടുന്നത്, അത് മുഖേനയല്ല നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. വഇന്നമാ തുൻസറൂന മിനസ് സമാ, നിശ്ചയമായും ആകാശത്തു നിന്നാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്. അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? സഹായം ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അർത്ഥം. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് സഹായം ലഭിക്കും. എത്ര വലിയ ശത്രുക്കളാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര ബുദ്ധിമുട്ടുകളാകട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. നിങ്ങളുടെ സ്വാധീനം കൊണ്ടോ എണ്ണബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഇജാബത്തിനെ സംബന്ധിച്ചുള്ള ഹമ്മ് ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല ഞാൻ. ഉത്തരം ലഭിക്കുമോ എന്നുള്ളതായ മനക്ലേശമല്ല എനിക്ക്, ആ വേവലാതി എനിക്കില്ല. ഉത്തരം ലഭിക്കുമോ ലഭിക്കുകയില്ലേ എന്നുള്ളതായ വേവലാതി ചുമന്നുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്. വലാകിൻ ഹമ്മ ദുആ, ദുആനെ സംബന്ധിച്ചുള്ള ഹമ്മാണ് എന്റെ മനസ്സിലുള്ളത്. ദുആ ചെയ്യണം, അതിന് ഉള്ള തൗഫീഖ് ലഭിക്കണം, ആ ഹമ്മ മാത്രമാണ് എനിക്കുള്ളത്. ഫഇദാ ഉൽഹിംതുമുദ് ദുആ ഫഇന്നൽ ഇജാബത മഅ, നിങ്ങൾക്ക് ദുആയിനുള്ളതായ തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ, ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിൽ തേട്ടമുണ്ടാക്കി തന്നാൽ, അതിനുള്ളതായ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടാൽ ഫഇന്നൽ ഇജാബത മഅ, തീർച്ചയായും അതിനോടുകൂടെ ഇജാബത്തുണ്ടാകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോ ഉത്തരം ലഭിക്കുമോ ഇല്ലേ എന്ന് നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് കാര്യം. ദുആ ചെയ്യാനുള്ള സൗഭാഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നിർഭാഗ്യവാനാണ്. ഈ അർത്ഥത്തിൽ ഒരു കവി ഈ അർത്ഥമെടുക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു കവിത രചിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്യം എടുത്തുകൊണ്ട് ഒരു കവിത രചിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ലൗലം തുരിദ് നൈല മാ അർജു വ അത്ലുബുഹു മിൻ ജൂദി കഫൈക മാ അവ്വതനി ത്വലബ. എന്താണ് പറയുന്നത്? ലൗലം തുരിദ് നൈല മാ അർജു വ അത്ലുബുഹു മിൻ ജൂദി കഫൈക. ഒരു കവി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുനാജാത്ത് നടത്തുകയാണ്, അല്ലാഹുവിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ലൗലം തുരിദ് നൈല മാ അർജു വ അത്ലുബുഹു മിൻ ജൂദി കഫൈക. അല്ലാഹുവേ, നിന്റെ ഉദാരത നിറഞ്ഞിരിക്കുന്നതായ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തേടുകയും ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം ലഭിക്കുക എന്നുള്ളതിനെ നീ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ തേടുന്ന എന്റെ ആഗ്രഹം, എന്റെ തേട്ടം, അത് എനിക്ക് ലഭിക്കണം എന്നുള്ളത് നീ ആഗ്രഹിച്ചിട്ടില്ല എങ്കിൽ,
നീ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ, നിന്റെ ഉദാരതയിൽ നിന്ന്, നിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്കത് ലഭിക്കണം എന്നുള്ളതിനെ നീ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ മഅവ്വത്തനി ത്വലബ, എന്റെ ഈ തേട്ടത്തിൽ നീ എന്നെ പതിവാക്കുമായിരുന്നില്ല. അതായത് വേറൊരു റിപ്പോർട്ട് പറയാൻ മാ അല്ലംതനി ത്വലബ, എന്നെ നിന്നോട് തേടിക്കൊണ്ടിരിക്കാൻ എന്നെ നീ പഠിപ്പിക്കുമായിരുന്നില്ല. ഞാൻ നിത്യം നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്താണ് അതിന്റെ അർത്ഥം? എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ എന്റെ തേട്ടത്തിന്, എന്റെ ആഗ്രഹത്തിന് സാധൂകരണം ഉണ്ടാകും, അത് നീ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുവാൻ നീ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നില്ല? ദുആ ചെയ്യുമായിരുന്നില്ല. ഞാൻ അപ്പോ ദുആ ഇങ്ങനെ പതിവാക്കിയിരിക്കുന്നു, എന്നെ ദുആ ചെയ്യാൻ അതിനുള്ള തൗഫീക്ക് നീ എനിക്ക് നൽകിയിരിക്കുന്നു. അതെന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ദുആ ചെയ്താൽ അതിന്റെ ഉത്തരം എന്ത് ചെയ്യും? ഉടനെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നെന്ത് ചെയ്തു? ഒരു കവി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുനാജാത്ത് നടത്തിക്കൊണ്ട് പാടുന്നതാണ്. ലൗലം തുരിദ്നൈല മാ അർജു വ അത്ലുബുഹു മിൻ ജൂദി കഫൈക മാ അവ്വതനി ത്വലബ. അതുകൊണ്ട് ഫമൻ ഉൽഹിമ ദുആ ഫഖദ് ഉരീദ ബിഹിൽ ഇജാബ, ഏതൊരുവനാണോ ദുആഇനുള്ളതായ തൗഫീക്ക് നൽകപ്പെടുന്നത്, ദുആ ചെയ്യാനുള്ളതായ മനസ്സ് ഏതൊരുവനാണോ അള്ളാഹു നൽകുന്നത്, ഇജാബത്തിന് അവൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏതൊരുവനാണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. വഖാൽ, വീണ്ടും അല്ലാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഫഇന്നി ഖരീബ്, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. അവൻ എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവന്റെ ദുആഇന് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ദുആ ചെയ്താൽ അല്ലാഹു എന്ത് ചെയ്യും? ഉത്തരം നൽകും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അത് മുഖേന അവന്റെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വഫീ സുനൻ ഇബ്നു മാജ, ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിരിക്കുന്നു, മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ദബ് അലൈഹി, ഏതൊരുവനാണോ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് കോപിച്ചിരിക്കുന്നു. അള്ളാഹു അവനോട് കോപിക്കുന്നതാണ്. അള്ളാഹുവിനോട് ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നില്ല എങ്കിൽ, അവന്റെ ആവശ്യങ്ങൾ കൈയുയർത്തി അവനോട് ചോദിക്കുന്നില്ല എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഫഹാദാ യദുല്ലു അലാ അന്ന റിദാഅഹു ഫീ സുആലിഹി വ ത്വാഅതിഹി, ഇമാം അവറുകൾ പറയുകയാണ്, ഈ ഹദീസ്, ഈ ആയാത്തുകൾ, ഈ ഹദീസുകളെല്ലാം സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റിള ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നത് എവിടെയാണ്? അവനോട് ചോദിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവൻ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നത്. വഇദാ റളിയ റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരുവനെയാണോ തൃപ്തിപ്പെടുന്നത്, അവന്റെ തൃപ്തി ലഭിച്ചാൽ തബാറക വ തആല ഫകുല്ലു ഖൈരിൻ ഫീ റിളാ, അല്ലാഹു സുബ്ഹാനഹു വഇദാ റളിയ റബ്ബു തബാറക വ തആല ഫകുല്ലു ഖൈരിൻ ഫീ റിളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടാൽ എല്ലാ ഖൈറും അവന്റെ റിളയിലാണ്. അതായത് അവൻ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏതൊരു ഖൈറും അവന്റെ റിളയിലാണ് എന്ന് മനസ്സിലാക്കുക. അതായത് അവന്റെ തൃപ്തി വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവനോട് ചോദിക്കണം, അവനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അവനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ നമ്മെ തൃപ്തിപ്പെടും. തൃപ്തിപ്പെട്ടാലോ സകല ഖൈറുകളും അതിലാണ് എന്ന് മനസ്സിലാക്കണം. കമാ അന്ന കുല്ല ബലാഇൻ വ മുസീബത്തിൻ ഫീ ഗളബിഹി വ മഅസിയതി, ഏതുപോലെ എല്ലാവിധ അപകടങ്ങളും പരീക്ഷണങ്ങളും എവിടെയാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ കോപത്തിലും അവനോട് മാസിയത്ത് ചെയ്യുന്നതിലുമെല്ലാമാണ്. അള്ളാഹു ഏതൊരുവനോടാണോ കോപിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ആരാണോ ധിക്കാരം കാണിക്കുന്നത്, അവനാണ് എല്ലാവിധ പരീക്ഷണങ്ങളും മുസീബത്തുകളും വന്ന് ബാധിക്കുന്നത്.
അപ്പോ അള്ളാഹുവിനോട് ചോദിച്ചില്ല എങ്കിൽ എന്തുണ്ടാകും? കോപമുണ്ടാകും, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണങ്ങൾ കൊടുക്കും, അപകടങ്ങൾ കൊടുക്കും എന്ന്. വഖദ് ദക്കറൽ ഇമാം അഹ്മദ് ഫി കിതാബി അസ്-സുഹ്ദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് അസ്-സുഹ്ദിൽ പറയുന്നു, ഒരു അസറിനെ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ ഒരു അസർ. അനല്ലാഹ്, അള്ളാഹു പറയുകയാണ്, ഞാൻ അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഇബാദത്തിന് അർഹനായി ഞാനല്ലാതെ മറ്റാരും തന്നെയില്ല. റളീതു ബാറക്തു, ഇദാ റളീതു ബാറക്തു, ഞാൻ തൃപ്തിപ്പെട്ടാൽ ഞാൻ ബർക്കത്ത് ചെയ്യും. ഞാൻ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? അവന് ബർക്കത്ത് കൊടുക്കും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്കാണ് ബർക്കത്ത് എന്ന് പറയുന്നത്, ഖൈറുകൾക്കാണ്. വലൈസ ലിബറകതി മുൻതഹ, എന്റെ ബർക്കത്തിനൊരു അറ്റവുമില്ല, അതിനൊരു അതിരുമില്ല. അത്രത്തോളം ഖൈറുകൾ നിറഞ്ഞതാണ് എന്റെ ബർക്കത്ത്. വൈദാ ഗളിബ്തു ലഅൻതു, ഞാൻ കോപിച്ചാൽ ഞാൻ അവനെ ശപിക്കും. ശാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആട്ടിയോടിക്കലാണ്, അള്ളാഹുവിന്റെ ഖൈറുകളിൽ നിന്ന് ആട്ടിയോടിക്കലാണ് ശാപം. ഞാൻ കോപിച്ചാൽ ഞാൻ ശപിക്കും. വലഅനതി തബ്ലുഗു സാബിഅ മിനൽ വലദ്, എന്റെ ലഅനത്ത് 7 സന്തതി പരമ്പരകളിലേക്ക് എത്തും എന്ന് പറഞ്ഞതായിട്ടൊരു അസർ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലാണ് നമുക്ക് എന്ത് ചെയ്യണത്? ഖൈറ് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ കോപം ലഭിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമാണ് നേരിടുന്നത്. വീണ്ടും ഇമാം അവറുകൾ പറയുന്നു, വലഖദ് ദല്ലൽ അഖലു വന്നഖലു വൽ ഫിത്രതു വതജാരിബുൽ ഉമം, മനുഷ്യന്റെ ബുദ്ധി, അതേപ്രകാരം പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന നഖലുകൾ, ഉദ്ധരണികൾ, വൽ ഫിത്ര, മനുഷ്യരുടെ ശുദ്ധമായ പ്രകൃതി, വതജാരിബുൽ ഉമം, എല്ലാ സമൂഹങ്ങളും അനുഭവിച്ച അനുഭവജ്ഞാനം, അതെല്ലാം അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ സമൂഹങ്ങൾ അലഖ്തിലാഫി അജ്നാസിഹാ വ മിലലിഹാ വ നിഹലിഹാ, ആ സമൂഹങ്ങൾ ഏതുമാകട്ടെ, ഏതു വർഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ഗോത്രത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ആദർശം സ്വീകരിക്കുന്നവരാകട്ടെ, അവരുടെ എല്ലാം അനുഭവജ്ഞാനത്തിലുള്ള ഒരു യാഥാർത്ഥ്യം, മനുഷ്യരുടെ എല്ലാം അനുഭവജ്ഞാനത്തിലുള്ള ഒരു യാഥാർത്ഥ്യം, അവന്റെ ബുദ്ധി അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നഖലുകൾ പറയുന്ന ശുദ്ധ പ്രകൃതം പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? അലാ അന്ന തഖർറുബ ഇലാ റബ്ബിൽ ആലമീൻ, എന്താണ്? വതലബി മർദാതിഹി വൽ ബിർരി വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി. 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ഉള്ള സമീപത്തെ തേടൽ, അവനോടുള്ളതായ സാമീപ്യം തേടൽ, അവന്റെ സമീപസ്ഥനാകൽ. അതേപ്രകാരം വതലബി മർദാതിഹി, അല്ലാഹുവിന്റെ തൃപ്തി തേടൽ. വൽ ബിർരി വൽ ബിർറ വൽ ഇഹ്സാന ഇലാ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് നന്മ ചെയ്യൽ, അവർക്ക് നന്മ സുകൃതങ്ങൾ ചെയ്തു കൊടുക്കൽ. ഈ പറയുന്ന 3 കാര്യങ്ങൾ മിൻ അഅ്ദമിൽ അസ്ബാബിൽ ജാലിബതി ലികുല്ലി ഖൈർ, എല്ലാ നന്മകളെയും അവനിലേക്ക് വലിച്ചുകൊണ്ട് എത്തിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇമാം അവറുകൾ സൂചിപ്പിക്കുന്നത്, മനുഷ്യന്റെ ബുദ്ധിയും അതേപ്രകാരം നഖലുകളും ശുദ്ധപ്രകൃതിയുമെല്ലാം ഓരോ കാലഘട്ടത്തിലെയും ഓരോ ഉമ്മത്തുകൾ അവരുടെ അനുഭവജ്ഞാനത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതായ അനുഭവജ്ഞാനവുമെല്ലാം അറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? അല്ലാഹു തആലയിലേക്കുള്ളതായ അവനിലേക്ക് സമീപസ്ഥനാവുക എന്നുള്ളത്, അതേപ്രകാരം തന്നെ അവന്റെ തൃപ്തി തേടുക എന്നുള്ളത്, അവന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു അടിമയിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അവന്റെ നന്മകളെ വലിച്ചു കൊണ്ടെത്തിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാരണം എന്നുള്ളത് സർവസമ്മതമാണ് എന്നർത്ഥം. എന്നാൽ മിൻ അക്ബരിൽ അസ്ബാബിൽ ജാലിയത്തി ലികുല്ലി ശരി, ഇതിന് വിരുദ്ധമായ കാരണങ്ങളാണ് അവനിലേക്ക് തിന്മകൾ വന്നെത്തുവാനുള്ളതായ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാരണം. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ സമീപസ്ഥനാകുന്നതിന് പകരം അവനിൽ നിന്ന് ദൂരം പാലിക്കുകയാണ്, അവനോട് ധിക്കാരം കാണിക്കുകയാണ്, നന്മകൾ അധികരിപ്പിക്കുന്നില്ല, അവന്റെ തൃപ്തി തേടുന്നില്ല.
അവന്റെ സൃഷ്ടികളോട് ദ്രോഹമാണ് ചെയ്യുന്നത്, നന്മ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അത് മുഖേന യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഷർറുകളെയാണ് അവൻ അവന്റെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. അപ്പോ അള്ളാഹുവിന്റെ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ അവനിലേക്ക് എത്തിക്കുന്നതായ കാര്യം, അതേപ്രകാരം തന്നെ അവന്റെ നിഖ്മത്തുകളെ, അവനിൽ നിന്നുള്ള ശിക്ഷകളെ തടുത്തു നിർത്തുന്നതായ കാര്യം ഏതാണ്? ബിമിസ്ലി ത്വാഅത്തിഹി വത്തഖറുബി ഇലൈഹി വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി, അവനെ ത്വാഅത്ത് ചെയ്യുന്നത് പോലുള്ളത് കൊണ്ടാണ്, അവൻ അനുസരിക്കലാണ്. അതേപ്രകാരം തന്നെ അവന്റെ സമീപസ്ഥനാവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, ഇതുപോലുള്ള കാരണങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, അവനിൽ നിന്ന് ഷർറായി ഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ തടയിടാനുള്ളതായ യഥാർത്ഥത്തിലുള്ളതായ കാരണം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുകയാണ്. ഇനി ഇമാം അവറുകൾ ഈ പറയപ്പെട്ട ഒരു കാര്യത്തിന്, അതായത് ദുആഇന് പ്രതിഫലനമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തെയും ഒരു കാരണവുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏത് തീരുമാനവും നടക്കുന്നത് എന്നുള്ളതിലേക്ക് ധാരാളം തെളിവുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, വഖദ് റത്തബല്ലാഹു സുബ്ഹാനഹു ഹുസൂലൽ ഖൈറാത്തി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഖൈറുകൾ ലഭിക്കുന്നതിനെ അള്ളാഹു തർത്തീബാക്കിയിരിക്കുകയാണ്, സംവിധാനിച്ചിരിക്കുകയാണ്. അതേപ്രകാരം വഹുസൂല ശുറൂരി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്ക് ഷർറ് സംഭവിക്കുന്നു, നാശങ്ങൾ ഉണ്ടാകുന്നു, അതിനെയും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഫീ കിതാബിഹി, അവന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അലൽ അഅമാൽ, അമലുകളുടെ മേലാണ് അതിനെ തർത്തീബാക്കിയിരിക്കുന്നത്. അവൻ ചെയ്യുന്ന അമലുകളുടെ മേലാണ് നന്മ ലഭിക്കുന്നതും അതേപ്രകാരം തന്നെ തിന്മ ലഭിക്കുന്നതും അതേപ്രകാരം ഖൈർ ലഭിക്കുന്നതുമെല്ലാം അവൻ ചെയ്യുന്ന അവന്റെ പ്രവർത്തികളോടാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? അതിന് സംവിധാനിച്ചിരിക്കുന്നത്. തർത്തീബൽ ജസാഇ അല ഷർത്ത്, ഒരു ഷർത്തിന്റെ മേലായിക്കൊണ്ടാണ് അതിനുള്ളതായ ജസാഇനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നത് അതിനൊരു കണ്ടീഷൻ അള്ളാഹു എന്ത് ചെയ്തിരിക്കുകയാണ്? നിശ്ചയിച്ചിരിക്കുകയാണ്. വൽ മഅമൂലി അലൽ ഇല്ല, ഒരു ഇല്ലത്തിന്റെ മേലാണ് മഅമൂലിനെ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു വിധി, അവന്റെ ഒരു തീരുമാനം നിർബന്ധമാക്കുന്നത് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ആ കാരണം, ആ മാലൂൽ ഉണ്ടാവുകയുള്ളൂ, അവന്റെ വിധി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ഇല്ലത്തിനെ ഒരു മാലൂലുമായിട്ട് അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വൽ മുസബ്ബിബി അല സബബ്, സബബിന്റെ മേലാണ് ആ മുസബ്ബിനെ അള്ളാഹു തീരുമാനിച്ചത്. ഒരു കാര്യത്തെ അള്ളാഹുവിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുന്നത് ഒരു കാരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം അവറുകൾ പറയുന്നു, വഹാദാ ഫിൽ ഖുർആനി യസീദു അലാ അൽഫി മൗദിഇൻ, പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു യാഥാർത്ഥ്യം 1000-ലധികം തവണ എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കുമെന്നാണ്. അതായത് ഈ പറയപ്പെട്ട ഈ ശുബ്ഹാത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഈ മറുപടി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തെയും എന്ത് ചെയ്യുന്നത്? വിധിക്കുന്നത് അതിനെ ഒരു കാരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്ന 1000-ലധികം തെളിവുകൾ അവിടെ കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. കുറച്ച് ഒന്നുമല്ല, എന്താണ്? അത്ര അധികമാണ്, 1000-ലധികം എന്നാണ് ഇമാം അവറുകൾ എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ചില ആയാത്തുകളും വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ശൈലികളിൽ കൊണ്ടുവന്നിരിക്കുന്നതായ ആയാത്തുകളെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇമാം അവറുകൾ ശേഷം സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി മരിക്കുവോളം ജീവിക്കാനും നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك.